വരും വിനാശങ്ങൾ സ്വയം തെളിച്ച പാതയിലൂടെ എന്ന അവസ്ഥയിലാണ് കോൺഗ്രസും UDF-ഉം ഇപ്പോഴുള്ളത്. LDF സ്വതന്ത്ര MLA ആയിരുന്ന ഇടതുപക്ഷ മുന്നണിയെയും ജനങ്ങളെയും വഞ്ചിച്ച PV അൻവറിനെ നെഞ്ചിലേറ്റി താലോലിക്കുകയും വാഴ്ത്തുപാട്ടുകൾ രചിക്കുകയും ചെയ്ത കോൺഗ്രസും കൂട്ടാളികളും പ്രതിസന്ധിയുടെ അഗാധ ഗർത്തങ്ങളിൽ വീണ് കിടക്കുന്ന ദയനീയ അവസ്ഥയിൽ പെട്ടിരിക്കുക തന്നെയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അൻവർ അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു, ആര്യാടൻ ഷൗക്കത്ത് ഒരിക്കലും വിജയിക്കില്ല, DCC അധ്യക്ഷൻ V ജോയ് ആണ് സ്ഥാനാർത്ഥിയാക്കേണ്ടത് എന്നുള്ള കാര്യം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുവാനുള്ള അവകാശ അധികാരം പോലും PV അൻവർ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് കൊള്ളക്കാരനാണ് എന്നും വമ്പൻ പിരിവുകാരനാണ് എന്നും സിനിമ നിർമ്മിക്കുവാൻ മാത്രമേ അറിയാവുള്ളൂ എന്നും പരസ്യ പ്രസ്താവനയും അങ്ങ് നടത്തി. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ അൻവർ രൂപകൽപ്പന ചെയ്ത പിണറായിസത്തിന്റെ വേരറക്കുവാൻ കോൺഗ്രസ് ഏത് ചെകുത്താനെ നിർത്തിയാലും പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ അൻവറാണ് പൊടുന്നേനെ കളം മാറ്റി ചുവടുവെച്ചിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസ് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്ത രാഷ്ട്രീയ കക്ഷി തന്നെയാണ്. കോൺഗ്രസുകാരനായിരുന്ന അൻവർ മണ്ഡലത്തിൽ വിമതനായി മത്സരിക്കുകയായിരുന്നു. പിന്നാലെ ഏറനാട് അസംബ്ലി മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുകയായിരുന്നു. കോൺഗ്രസുകാരെല്ലാം അഴിമതിക്കാരും കള്ളപ്പണക്കാരുമാണ് എന്ന് നിയമസഭയ്ക്കകത്തും പുറത്തും വിളിച്ചു പറയുകയും ചെയ്തിട്ടുമുണ്ട്. ലോക്സഭയിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസുകാർ അനിഷേധ നേതാവാണ് എന്ന് വാഴ്ത്തുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെ ജാരസന്തതി എന്ന് ഇകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലൂടെ സബലീകരിക്കാനാവില്ല എന്ന് വ്യക്തമായതോടെ ഇടതുപക്ഷ മുന്നണിക്കും നേതാക്കൾക്കുമെതിരെ പുലഭ്യ വർഷം നടത്തിയ വ്യക്തിയാണ് PV അൻവർ. അതോടെ കോൺഗ്രസുകാർക്ക് രോമാഞ്ചമണിയുക തന്നെയായിരുന്നു. അൻവറിന്റെ പൂർവ്വകാലം മറന്ന് കോൺഗ്രസിനും UDF-നും അൻവർ സർവാദരണീയനായി മാറുകയായിരുന്നു. DMK-യിൽ ചേർന്ന് കേരള ഘടകം രൂപീകരിക്കുവാൻ നീക്കം നടത്തിയ അൻവറിനെ DMK അയലത്ത് പോലും അടുപ്പിച്ച കാര്യമില്ലായിരുന്നു. പിന്നാലെ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം രൂപീകരിക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞിട്ടും അധിക്ഷേപിച്ചിട്ടും പരാജയപ്പെടുമെന്ന് പ്രഖ്യാപിച്ചിട്ട് പോലും കോൺഗ്രസ് ലീഗ് നേതാക്കൾക്ക് മതിയായില്ലായിരുന്നു. KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും അൻവറിന്റെ സന്നിധാനത്തിൽ ചെന്ന് ചർച്ചകളുടെ പരമ്പരകൾ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. K സുധാകരനും K മുരളീധരനും അൻവറിനെ ചേർത്ത് പിടിക്കണമെന്ന് പത്ര ദൃശ്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരന്തരം ആവർത്തിച്ച കാര്യമാണ്. ചർച്ചകൾക്കൊടുവിൽ വഴങ്ങാതെ PV അൻവർ നാമനിർദ്ദേശ പത്രിക നൽകുകയും ചെയ്തു. UDF-ൽ അസോസിയേറ്റ് അംഗത്വം നൽകാമെന്ന വാഗ്ദാനം നൽകിയതിനു ശേഷമാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് തന്നെ. അതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അൻവറിന്റെ വാതിൽ അടഞ്ഞുവെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നിട്ടും വാതിൽ അടയ്ക്കാതെ മറ്റു UDF നേതാക്കൾ ചർച്ച തുടർന്നു. UDF കൺവീനർ അടൂർ പ്രകാശ് ആണെങ്കിൽ പത്രസമ്മേളനം നടത്തി അൻവറിന്റെ വാതിൽ അടഞ്ഞിട്ടില്ല എന്നും തുറന്നു കിടക്കുകയാണെന്നും പ്രഖ്യാപിക്കുകയായിരുന്നു. അതിനോട് VD സതീശന്റെ പ്രതികരണമാണെങ്കിൽ കോൺഗ്രസിലെ ഭിന്നത വെളിവാക്കുന്നത് തന്നെയാണ്. ആരെങ്കിലും വാതിൽ തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനോട് പ്രതികരിക്കാൻ താൻ ആളല്ല എന്നാണ് സതീശന്റെ രോഷത്തിലുള്ള മറുപടി. നാഴികയ്ക്ക് 40 വട്ടം അഭിപ്രായം മാറ്റുന്ന അൻവറിന്റെ മാനസിക നില ഒരു വിചിത്രമായ കാര്യം തന്നെയാണ്. താൻ സ്വന്തം നിലയിൽ മത്സരിക്കുമെന്നും ഇരു മുന്നണികളുടെ പരാജയപ്പെടുത്തുമെന്നും അഹങ്കരിച്ച് തൊട്ടു പിന്നാലെ താൻ മത്സരിക്കാനില്ല എന്നും തെരഞ്ഞെടുപ്പ് ചെലവിന് തന്റെ കയ്യിൽ ചില്ലിക്കാശില്ല എന്നും പറയുകയായിരുന്നു. അതിനു പിന്നാലെ ജനങ്ങൾ അൻവർക്ക് മത്സരിക്കണമെന്നും പണം അവർ സമ്മാനിക്കുമെന്നും പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. നാമനിർദ്ദേശ പത്രികയിൽ 56 കോടിയുടെ സ്വത്ത് ഉണ്ടെന്ന് രേഖപ്പെടുത്തിയ ആഫ്രിക്കൻ രാജ്യത്തിൽ സ്വർണ്ണഖനനം നടത്തുന്ന വ്യവസായിയാണ് തന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല എന്നുള്ള തമാശ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ തെരഞ്ഞെടുപ്പ് സംഭാവന അഭ്യർത്ഥിക്കുകയും താൻ വധിക്കപ്പെടാതിരിക്കുവാനുള്ള പണം വേണമെന്നുള്ള പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു തമാശയും കൂടി തട്ടിവിട്ടിരിക്കുകയാണ്. അൻവർ ഇപ്പോൾ VD സതീശനെയും KC വേണുഗോപാലിനെയും കടന്നാക്രമിക്കുക തന്നെയാണ്. മറ്റു UDF നേതാക്കൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നുമുണ്ട്. ഇനി ചർച്ചയ്ക്കായി ഒരു UDF നേതാവും തന്റെ അടുത്തേക്ക് വരരുത് എന്നുള്ള ദയനീയമായ അഭ്യർത്ഥനയും ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ചർച്ചയ്ക്കായി പാഞ്ഞു ചെന്നവർക്കും വാതിൽ അടക്കില്ല എന്ന് പറഞ്ഞവർക്കും നന്ദി പറയുന്നുമുണ്ട്. തൃണമൂൽ കോൺഗ്രസുകാരനായ PV അൻവർ ആസൂത്രിതമായി പാർട്ടി സ്ഥാനാർത്ഥിയായും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും നാമനിർദ്ദേശ പത്രികയും നൽകി. ബോധപൂർവം നടത്തിയ ആ നീക്കത്തിലൂടെ പാർട്ടി നാമനിർദ്ദേശ പത്രിക തള്ളിച്ചു. ഇപ്പോൾ കത്രിക ചിഹ്നത്തിലാണ് മത്സരം ചെയ്യുന്നത് തന്നെ. 2026-ൽ അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം വനം വകുപ്പുകളുടെ മന്ത്രിയാക്കണമെന്ന് താൻ UDF നേതാക്കളോട് ആവശ്യപ്പെട്ടുവെന്നും അൻവർ വെളിപ്പെടുത്തുകയും ചെയ്തു. എത്ര സുന്ദരമായ കിനാവുകളാണ് അൻവറിന്റേത്. നിലമ്പൂരിൽ വർഗീയ കാർഡുകൾ ഇറക്കി കളിക്കുന്ന UDF-നും NDA-ക്കും PV അൻവറിനും അവിടുത്തെ മതനിരപേക്ഷ ജനാധിപത്യ ബോധ്യമുള്ള പ്രബുദ്ധ ജനത കനത്ത തിരിച്ചടി നൽകും എന്നുള്ളത് തീർച്ചയായ കാര്യം തന്നെയാണ്.